ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് ഇടവമാസം 3-ാം തീയതി, അതായത് 2017 മെയ് മാസം 17-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം തിരുവോണമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കൊടമാളൂർ ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും ഒപ്പം ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരുന്നതിനുമായി അദ്ദേഹത്തെ നമുക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശർമാജിക്ക്, എൻ്റെ പേര് രേഷ്മ, ഞാൻ നീലഗിരിയിൽ നിന്നും എഴുതുന്നു. ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. 1 വയസ്സുള്ള കുട്ടിയുണ്ട്. എൻ്റെ ജനനത്തീയതി 23/12/1989. ചോതിയാണ് നക്ഷത്രം. സമയം 1:55 PM. എനിക്ക് ഉദരസംബന്ധമായ അസുഖമുണ്ട്. 4 വർഷമായി മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ല. സ്വന്തമായി സ്ഥലവും വീടുമില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എനിക്ക് ഭാഗ്യം കുറവാണെന്നും ജോലി കിട്ടാൻ സാധ്യതയില്ലെന്നും ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ബിരുദാനന്തര ബിരുദവും BEdും ഉണ്ട്. എനിക്ക് ജോലി കിട്ടുമോ? സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടാകുമോ? ഭർത്താവിൻ്റെ ജനനത്തീയതി 23/12/1984. പൂരാടമാണ് നക്ഷത്രം. സമയം 12:05 PM. ഞങ്ങളുടെ നാളുകൾ തമ്മിൽ ചേരില്ലെന്നും ദോഷമുണ്ടെന്നും ചിലർ പറഞ്ഞിരുന്നു. മനസ്സിന് ശാന്തത കുറവാണ്. ഗ്രഹനില കയ്യിലില്ല. ദയവായി പ്രതിവിധി പറഞ്ഞു തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന വിശ്വസ്തയോടെ രേഷ്മ, നീലഗിരി. രേഷ്മയുടെ ജാതകപ്രകാരം മേടലഗ്നം, സഹോദരസ്ഥാനത്ത് വ്യാഴം, മാതൃസ്ഥാനത്ത് ഖേതു എന്ന ധൂമഖേതു, 7-ാം ഭാവത്തിൽ നിവർത്തിസ്ഥാനത്ത് ചന്ദ്രൻ, അഷ്ടമത്തിൽ ചൊവ്വ, ഭാഗ്യത്തിൽ ശനി, ഗുളികൻ, ബുധൻ, സൂര്യൻ, അങ്ങനെ ചതുർഗ്രഹ യോഗം. കർമ്മസ്ഥാനത്ത് ശുക്രനും സർപ്പവും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദാമ്പത്യകാല സർപ്പം എന്ന ദോഷവുമുണ്ട്. വിവിധങ്ങളായ ഭാഷകൾ, വിവിധങ്ങളായ ഡിഗ്രികൾ, ഒന്നിലധികം ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗങ്ങൾ എല്ലാം ഉണ്ട്. എങ്കിലും ഒന്നിലും തന്നെ എല്ലാത്തിലും അസ്ഥിരതയും അസമാധാനവും അവ്യക്തതയും ഒന്നും തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും അവയ്ക്കെല്ലാം ബലപരീക്ഷണങ്ങളും ഭാഗ്യപരീക്ഷണങ്ങളും കാലോചിതമല്ലാത്ത അവസ്ഥകളും അവയിൽ നിന്ന് ഉള്ള സമ്പാദ്യാദികൾ നിലനിൽക്കാതെ വരികയും സന്താനങ്ങൾ ഉണ്ടാകുവാൻ കാലതാമസമോ തടസ്സമോ സന്താനങ്ങളെ കൊണ്ട് മനക്ലേശങ്ങൾ വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു ജാതകം ആണ്. ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് ഗുളികൻ എന്ന ശനിയുടെ അപഥസഞ്ചാരത്തിലുള്ള മകൻ. ഗുളികൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഭാഗ്യത്തിന് പുഷ്ടി കുറയും. അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ കുറയും. വിദ്യാഭ്യാസപരമായിട്ട് ചെയ്തു വന്നിരുന്ന വിദ്യാഭ്യാസത്തിന് തക്കവണ്ണം യഥാസമയത്ത് ജോലി ലഭിക്കണമെന്നില്ല. ചിലപ്പം ആ ഡിഗ്രിയിലൊക്കെ വളരെ താഴ്ന്ന ജോലിയിൽ പ്രവേശിക്കേണ്ടി വരും. പദവിയെല്ലാം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. എന്നാൽ അതിനകത്തെ വലിപ്പ ചെറുപ്പങ്ങൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഗ്യപുഷ്ടിക്കനുസരിച്ചുള്ള, അതായത് നമ്മുടെ പഠിത്തമനുസരിച്ചുള്ള സേവന, വേതന, സൗഭാഗ്യ, ഭാഗ്യപരിവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ദാമ്പത്യപരമായും ഈ നക്ഷത്രങ്ങൾ തങ്ങളിൽ വളരെയധികം ചേർച്ചക്കുറവുണ്ട്. ഗ്രഹനിലപ്രകാരവും ചേർച്ചക്കുറവുണ്ട്. നേരിയ തോതിലുള്ള ദാമ്പത്യ ദുഃഖങ്ങളും അസംതൃപ്ത ദാമ്പത്യങ്ങളും ഉണ്ടാകും എന്നുള്ളതേ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഭാഗ്യത്തിലെ ഗുളികന് കാര്യമായ തടസ്സമുണ്ട്. ഈ എടുത്ത ഡിഗ്രി അനുസരിച്ചുള്ള ജോലി കിട്ടാൻ കാലതാമസങ്ങൾ വരും. അഥവാ ജോലി കിട്ടിയാൽ ഏജ് നല്ലോണം ആയതിന് ശേഷമായിരിക്കും കിട്ടുന്നത്. കിട്ടിയാൽ തന്നെ അതിന് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും വയ്യാവേലികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെ പഠിത്തം അനുസരിച്ച് ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടണമെന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് സംബന്ധമായ ഉദ്യോഗം കിട്ടും. അതിനകത്ത് വലിപ്പച്ചെറുപ്പം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എത്ര കണ്ട് ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ന്യൂനതകൾ ഉള്ള പോലെയോ അല്ലെങ്കിൽ ആ ഡിഗ്രിക്കനുസരണമായി ജോലി കിട്ടാതെ വരികയോ ജോലിക്കനുസരണമായി ശമ്പളം കിട്ടാതെ വരികയോ അതിനനുസരണമായിട്ടുള്ള അഭിവൃദ്ധി കിട്ടാതെ വരികയോ ചെയ്യാം. അങ്ങനെ പല മീനിങ്ങുകളാണ് ഭാഗ്യത്തിൽ ഗുളിക നിൽക്കുന്നതിന്. ജോലി കിട്ടിയാൽ തന്നെ ആ കിട്ടുന്ന ശമ്പളത്തിൽ പകുതിയും മുക്കാലും ആശുപത്രിയിൽ, പകുതിയും മുക്കാലും വേസ്റ്റാകുക, പകുതിയും മുക്കാലും സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് പോവുക. അതിൽ നിന്ന് ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല. ആയതിനാൽ
ഗുളികന് വേണ്ടിയിട്ട് ഒരു പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ഒരു 18 ദിവസം പേര് നക്ഷത്രം ചേർത്ത് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം സ്വസ്തിക പത്മത്തിലേക്ക് പഞ്ചബ്രഹ്മമൂർത്തിയെ ഗുളികനെ ആവാഹിച്ച് ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മ ശിവോ മേ അസ്തു സദാശിവവും എന്ന് തുടങ്ങുന്ന പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് 18 ദിവസം പഞ്ചബ്രഹ്മ ഹോമാദികളോ അതുപോലെ പഞ്ചബ്രഹ്മ പൂജാതി കർമ്മങ്ങളോ ചെയ്ത് ഭാഗ്യസുക്തി യന്ത്രം ധരിക്കുക. 2018 സെപ്റ്റംബറിനുള്ളിലായി ഗവൺമെൻറ്, അർദ്ധ സർക്കാർ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഇത്യാദി കോളേജുകളിലോ വിദ്യാഭ്യാസ വകുപ്പുകളിലോ ഉദ്യോഗം കിട്ടിയിരിക്കും. കിട്ടിക്കഴിഞ്ഞാലും ഒരു 12 വർഷം കൂടുമ്പോൾ ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുകയും മാസാമാസം ഭാഗ്യസൂക്ത പുഷ്പാർച്ചനകൾ ദേവീക്ഷേത്രത്തിൽ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. കഴിവതും ഇങ്ങനെയുള്ള രാശിക്കാർ ആ ഡിപ്പാർട്ട്മെൻറ്റിന് വിപരീതമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഘടിത പ്രവർത്തനങ്ങളിലോ ഒന്നും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ലോങ് ലീവ്, മെഡിക്കൽ ലീവ് എന്നിവ കുറച്ചെടുക്കുക. എല്ലാവരുടെയും പ്രീതികരങ്ങളായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നൂതന പരിഷ്കാരങ്ങളൊന്നും ജോലിയിൽ ഏർപ്പെടുത്താൻ തുനിയാതിരിക്കുക എന്നിത്യാദി കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ചാൽ 2018 സെപ്റ്റംബറോട് കൂടി കൃത്യമായ ഒരു ജോലി, ശമ്പളം ഇതൊക്കെ കിട്ടാൻ ഇടയാവുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.